എൻ്റെയൊക്കെ ചെറുതിലേ ഉണ്ടല്ലോ ധാരാളം മാവുണ്ടായിരുന്നു. പല ടൈപ്പുള്ള നാട്ടുമാവും ഈ ചെറിയ കുഞ്ഞി മാങ്ങയുണ്ടല്ലോ നാട്ടുമാങ്ങ, അത് പഴുത്ത് കഴിഞ്ഞിട്ട് ചപ്പി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അതുപോലത്തെ എത്രത്തോളം മാവിനങ്ങൾ നമ്മുടെ തൊടിയിലും അതിന് തൊട്ടടുത്തായിട്ടുള്ള വീട്ടിലെ പറമ്പിലുമൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഓരോരോ ആവശ്യങ്ങൾക്ക് എല്ലാവരും അതൊക്കെ വെട്ടിക്കളയുകയും വീടിൻ്റെ പുറത്തേക്ക് വീഴുമെന്ന് പറഞ്ഞ് വെട്ടിക്കളയുകയൊക്കെ ചെയ്തപ്പോൾ നമുക്കൊക്കെ നഷ്ടമായിപ്പോയത് ഒരുപാട് രുചി ഉള്ള നമുക്ക് മാവുകളൊക്കെ നഷ്ടമായിപ്പോയി കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ വീടിൻ്റെയും ഇടയിലായിട്ട്, അതായത് കുടുംബത്തെ പറമ്പിലാണ് നിൽക്കുന്നത്, ഒരു മാവ് നിൽപ്പുണ്ട്. അപ്പം മഴ പെയ്ത സമയത്ത് ധാരാളം പൊഴിഞ്ഞു വീണു. എല്ലാവരും വന്ന് കണ്ണിമാങ്ങ പറക്കിക്കൊണ്ട് പോകുന്നുണ്ടേ. എല്ലാവരും വന്ന് കണ്ണിമാങ്ങ മീൻ തോരനകത്തിലിടാൻ, നമ്മുടെ മത്തിയൊക്കെ തോരൻ വെക്കുമ്പോൾ അതിലിടാനും അച്ചാറിടാനായിട്ട്, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കായിട്ട് എല്ലാവരും പറക്കിക്കൊണ്ട് പോകുന്നുണ്ടേ. അപ്പോൾ ഇപ്പം തലേ ദിവസം ഒരു നല്ല മഴ പെയ്തപ്പം എന്തെന്ന് വെച്ചാൽ അമ്മ കുറേ പറക്കിക്കൊണ്ട് വന്നു. ഞാനതെല്ലാം കട്ട് ചെയ്തിട്ട് നടുഭാഗം നമ്മൾ മുഴുവനായിട്ട് ഇടുന്നില്ല, കാരണം ഇതിൽ ചിലതിനൊക്കെ നല്ല കേട് ഉള്ളതുണ്ട്. പൊതുവെ ഈ മാങ്ങയ്ക്ക് കേട് വരാറുണ്ട്. അപ്പം കട്ട് ചെയ്തിട്ട് അതിൻ്റെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞ് അകത്ത് മഞ്ഞ നിറമുള്ളതുണ്ടാവും, അത് ഒരു വാട്ടച്ചൊവയായിരിക്കും. അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പാടില്ലല്ലോ. പിന്നെ ഇതെല്ലാം മാറ്റി കളഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചെറുതായിട്ട് ഇതിനെ അരിഞ്ഞ്, പിന്നെ ഇത് കഴുകി നന്നായിട്ട് കറയൊക്കെ കഴുകി കളഞ്ഞ് നമ്മളൊരു അരിപ്പയിലേക്ക് അങ്ങ് മാറ്റി. അപ്പോൾ അരിപ്പയിലേക്ക് മാറ്റി പിന്നെ കുറച്ച് നേരം വെള്ളം ഊറാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സ്വാഭാവികമായിട്ടും ഈ ടവൽ ഉപയോഗിച്ചിട്ട് ഒന്ന് ഒപ്പിയെടുത്തു. മൊത്തം ഇതും നമ്മൾ ടവൽ ഉപയോഗിച്ചിട്ട് ഒപ്പിയെടുത്തായിരുന്നു. വെള്ളം ഊറിയതിന് ശേഷം ഒരല്പം പോലും ഈർപ്പം വേണ്ട, കാരണം നമ്മൾ വിനാഗിരി അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല. മാത്രമല്ല 2-3 ദിവസം വെളിയിൽ വെച്ചിട്ടാണ് നമ്മളിത് അകത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കത്തുള്ളൂ. ഫ്രിഡ്ജിലായിരിക്കും വെച്ചേക്കുക, എപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ കായ ഇടിച്ചതാണ് ഞാൻ കാണിച്ചത്. നമ്മളെപ്പോഴും എങ്ങനെയാണെന്നറിയാമോ, ഈ കായപ്പൊടി മേടിക്കത്തില്ല. കായം നമ്മൾ വാങ്ങിയിട്ട് അത് കുറച്ച് ഇടിച്ചിട്ടിട്ട് നമ്മൾ നല്ലെണ്ണയിലിട്ടങ്ങ് മൂപ്പിച്ചിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കും. പിന്നെ നല്ലെണ്ണയിൽ നമ്മളെപ്പോഴും അച്ചാറിടാറുള്ളൂ, വിനാഗിരി നമ്മൾ യൂസ് ചെയ്യാറുമില്ല. പിന്നെ എടുത്തേക്കുന്ന സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. കടുക്, വറ്റൽമുളക്, പിന്നെ താളിക്കാനായിട്ട് കറിവേപ്പില, അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തിയതെടുക്കും. പിന്നെ നമ്മൾ ഉലുവ പൊടിച്ചതെടുക്കും. ഉലുവ സാധാരണയായിട്ട് വീട്ടിൽ വറുത്ത് പൊടിച്ച് വെക്കും. ഉലുവയും നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ ഉലുവ പൊടിച്ചത്, പിന്നെ കടുക് നമ്മൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതൊന്ന് ചതച്ചെടുക്കും. അപ്പോൾ ആ കടുകും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ കായം പൊടിച്ചെടുക്കും. പിന്നെ മുളക് പൊടി എരിവിനുള്ള രണ്ടും ചേർക്കും. നമ്മൾ എരിവിനുള്ളതും കളറിനുള്ളതും ചേർക്കും. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എരിവിന് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് അങ്ങ് മൂപ്പിക്കും. പൊടിവകകളെല്ലാം കൂടിയിട്ട് മൂപ്പിച്ചിട്ട് അതിനകത്തിലോട്ട് നമ്മൾ കടുകും ഉലുവയും എല്ലാം ചേർത്ത്, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, നമ്മൾ ഒരുപാട് അങ്ങ് ഉപ്പ് കോരിയിടാറില്ല, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പം നമ്മളിതിനെ അങ്ങ് നിർത്തി വെക്കും. നല്ല ചൂടായി കഴിയുമ്പോൾ നിർത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച്, ഞാൻ പറഞ്ഞില്ലേ ടവലിനിട്ട് നന്നായിട്ട് തുടച്ചെടുത്ത ഈ മാങ്ങ കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇവനെ അടച്ചെടുത്ത് ഒന്ന് മാറ്റി വെച്ചേക്കാം. ആവി തട്ടാതെ അടച്ചെടുത്ത് നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളൊന്ന് ഇളക്കി കൊടുക്കും. അതിൻ്റെ പിറ്റേന്നൊന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ 3-ാമത്തെ ദിവസം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മളൊരു കുപ്പി ഭരണിയിലൊക്കെ ആക്കിയിട്ട്, കുപ്പി ഭരണിയിലാണ് എപ്പോഴും അച്ചാറിട്ട് വെക്കാറ് കേട്ടോ. അപ്പോൾ അത് നല്ലതെന്നാണ് പറയാറ്. കുപ്പി ഭരണിയിലേക്ക് മാറ്റി നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കും. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ഇതിൽ വെള്ളം തൊടാറേയില്ല. അച്ചാർ 2-3 രീതിയിലിടും. അതിലിടുന്നതിൽ നമ്മൾ പിന്നെ ഇതിനകത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് അങ്ങനെ നമ്മൾ മാങ്ങ നൈസായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ സാധാരണ മാങ്ങ അച്ചാറിടുന്നില്ലേ, ആ രീതിയിലിടാറുണ്ട്, സദ്യക്കൊക്കെ ഇടുന്ന പോലെ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒട്ടും തൊടാതെ നല്ലെണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടേ അച്ചാറിടത്തുള്ളൂ, വെള്ളം ഒട്ടും തൊടാതെ ഉപയോഗിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ മാങ്ങ ഞാൻ കഷ്ണിച്ച് വെച്ച് വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളം ഊറിപ്പോയി കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ടവൽ വെച്ചിട്ട് തുടച്ചെടുത്തു. ഈ അച്ചാർ നമുക്ക് പുറത്തും വെച്ചേക്കാം, ചീത്തയാവത്തൊന്നുമില്ല. പിന്നെ ഇത് പെട്ടെന്ന് തീരുകയും ചെയ്യും. അധികം നാളൊന്നും വെച്ചേക്കാനും ഇല്ല. ഞങ്ങളൊരു 3-4 ദിവസം വെളിയിൽ വെച്ചിട്ട് എടുത്ത് വെച്ചത് കുപ്പി ഭരണിയിലാക്കി. നല്ല ടേസ്റ്റാണ്. ഈ മാങ്ങയുടെ ആ ടേസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ആ കണ്ണിമാങ്ങ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഞാനത് ഒരുപാട് പ്രാവശ്യം മണപ്പിച്ച് നോക്കി. നല്ലൊരു സുഗന്ധമാണ് അത്. പിന്നെ ഇതിൻ്റെ ആ ചാറങ്ങോട്ട് ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യത്തിന് ചാറുമായി, നല്ല ടേസ്റ്റുമായി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഇട്ട് നോക്കണം. എല്ലാവരും കണ്ണിമാങ്ങയൊക്കെ ഇടുമെന്ന് എനിക്കറിയാം, ഞങ്ങളിങ്ങനെയാണ് ഇടുന്നത്. അപ്പം ഇങ്ങനെ അങ്ങ് ഇട്ടാൽ മതി. നമ്മൾ വിനാഗിരി ഒന്നും ചേർക്കില്ല. വിനാഗിരിയൊക്കെ നമ്മുടെ അസ്ഥിക്കൊക്കെ നല്ലതല്ല, അതുകൊണ്ട് നമ്മൾ ചേർക്കാറില്ല. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.